ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങള് നാളെ ബംഗാർപേട്ട് വരെ ഒന്ന് പോവാണ് ഇവന്റെ ചേച്ചിയെ കൊണ്ടുവിടാൻ. അപ്പൊ നമുക്ക് ഇവന്റെ ചേച്ചിയെ കൊണ്ടുവിടാൻ വേണ്ടി നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാം ക്യാപ്ചർ ചെയ്ത് എല്ലാം കാണിക്കുന്നതാണ്. അവിടെ ചെന്ന് പൊളിക്കും, വൈബ് ആയിരിക്കും. അപ്പൊ ഞങ്ങളുടെ സ്ഥലത്ത് വന്നതിനൊക്കെ പോയി മച്ചാമാരെ നമ്മൾ വേണ്ട ബംഗാർപേട്ടിലെത്തി. ആൻഡ് ഇവന്റെ ചേച്ചിയും നമ്മുടെ ആതിര ചേച്ചിയൊക്കെ ഇട്ട് അവിടെ അവരെയൊക്കെ കിട്ടുന്നുണ്ട്. അതാണ് അവരുടെ ഹോസ്റ്റലും ഉണ്ട്, കോളേജ് ഹോസ്റ്റലും ഒക്കെ. ഞങ്ങൾ വേണ്ടേ എന്തോടെ മൾബറി ഊട്ടിക്കര തണുപ്പ് വിറയ്ക്കുക അതിനകത്ത് വേണ്ടോ മഞ്ഞ് കണ്ടോ ഗായ്സ്? ഞങ്ങൾ വേണ്ട ബംഗാർപേട്ട് ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. കണ്ടോ, നീ ഇവിടുന്ന് ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് രാവിലത്തെ ഫുഡ് അടിക്കണം. അതാണ് രാവിലത്തെ ജോലി. അടിപൊളി. ഇവിടെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് വരത്തില്ല, അവർ പറയുന്നത് നമുക്ക് വരത്തില്ല. അതാണ് ഇവിടുത്തെ വേറെ പ്രത്യേകത. കന്നഡ ഏതൊരു പെണ്ണിൻ്റെ അടുത്ത് തലഞ്ഞു വെച്ചപ്പോൾ പെണ്ണൊരുമാതിരി തട്ടി മുട്ടി ഗായ്സ്, അടിപൊളി സ്ഥലമൊക്കെയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് പോകണം. ഒരു ഫുള്ള് ഫാമിലി ഒരു വണ്ടി പോലീസുകാർ ഹെൽമെറ്റ് വെക്കാതെ പോകും. ഒരു ബൈക്കിൽ എത്ര പേരാ പോകുന്നത്? ഇതൊക്കെ കാണുമ്പോൾ 5 പേരൊക്കെ ഒരു ബൈക്കിൽ കയറി പോകും. നമ്മളവിടെ ഒരു കണ്ണാടി ഇല്ലാതെ പറ്റി ഒരുത്ത പോകുന്നുണ്ട്. അപ്പോ ഒരു വണ്ടി അതിനെന്തു ഉള്ളേ ആകെ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിന് ബുക്ക് പേപ്പർ പോലും കാണത്തില്ല. ഒരു ഹോട്ടൽ തപ്പി ഇറങ്ങിയതാ കഴിക്കാൻ, എന്നിട്ടും കിട്ടിയില്ല. ഒന്നും കിട്ടിയിട്ടില്ല. രാവിലെ തന്നെ നല്ലൊരു കണിയുണ്ട്. പശുവൊക്കെ പ്ലാസ്റ്റിക് അങ്ങോട്ട് പോയത് അടിപൊളി കണി. ഭയങ്കര നല്ല തണുപ്പ് കിട്ടുക. ഇവർ രണ്ടുപേരും നല്ല എന്തോ തണുപ്പെന്നറിയോ ഇവനെ ഞാനിവിടെ ഏൽപ്പിച്ചിട്ട് വരുക. ഇവരൊക്കെ മാർവാടിക്ക് വിൽക്കാൻ പോവുക. ഇവരെ മറ്റേ നമ്മുടെ ലീലാമണിക്ക് കൊടുക്കും. എങ്ങോട്ടൊന്നുമില്ലാത്ത യാത്രയാണ് ഗൈസ്. നിങ്ങളിങ്ങനെ നടക്കുക. മെയിൻ പ്രത്യേകതയായിട്ട് ഞങ്ങൾ നോക്കി കാണുന്നതല്ലേ, ഇവിടെ വണ്ടി ഒന്നും ഹെൽമെറ്റ് പോലും ഇല്ല ആൾക്കാർ പോകുന്നത്. ബൈക്കിലൊക്കെ സൈലൻസർ വെച്ചേക്കുന്നതാണ്. നമ്മളവിടൊക്കെ തൂക്കിയെടുത്തിപ്പോ ഒരു ഫുള്ള് ഫാമിലിയാ ഒരു വണ്ടി. ഇപ്പം കൊച്ചു പിള്ളേർ വരെ 10-15 വയസ്സുള്ള പിള്ളേർ വരെ ബൈക്ക് ഓടിച്ചോണ്ട് പോകുന്നുണ്ട്. അല്ലോ ഇവിടെയൊക്കെ നമ്മളവിടൊക്കെ ആയിരുന്നു എന്തുവാ ഇപ്പൊ രണ്ട് കണ്ണാപ്പികളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. വണ്ടിയൊക്കെ കട്ടപ്പുറത്ത് കയറ്റിട്ട് തല തോർത്തി കെട്ടി വണ്ടി ഓടിക്കും. നമ്മള് ഹോട്ടല് എറിഞ്ഞ് പോവുക. ഉണ്ടോ ഇവിടുത്തെ സ്ട്രീറ്റാ. ഇവിടുത്തെ ഗല്ലികൾ കണ്ടോ ഗൈസ്? ഞങ്ങൾ ഹോട്ടൽ തപ്പി വല്ലവൻ്റെ അയ്യത്തോട്ട് ഇപ്പം പോവാ. ലാസ്റ്റ് വല്ല ലേസ് മേടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകേണ്ട വരും. നല്ല ഹോട്ടൽ കാണുന്നില്ല. അതെ, ചിലതൊക്കെ വൃത്തിയില്ലാത്ത ഹോട്ടലൊക്കെ. നമ്മൾ ബെഡാപ്പാവ് നോക്കി നടക്കും. ബെഡാപ്പാവ് നല്ല ഹോട്ടൽ ഒരെണ്ണമുണ്ട്, പക്ഷെ അത് 11 മണിയാണ് തുറക്കുന്നത്. അതെ, ചോദിച്ചപ്പോരങ്ങനെ അവർ കയ്യൊന്നും കഴിയാതെ സാധനം ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ട് ജിത്തുവിന് അതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല. നോക്കിയടാ എങ്ങോട്ടൊന്നില്ലാത്ത യാത്ര തുടരുകയാണ്. ഗല്ലികളൊക്കെ ഉണ്ടോ ഗൈസ്? ഗൈസ് വേണ്ട, നമ്മളെ ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരു അമ്പലം കണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു വട്ടി. എൻ്റെ ചേച്ചിയൊക്കെ രാവിലെ മിറ്റം അടിച്ചു വരുക. വേണ്ട ദാദ നടന്നു പോകും. നിന്റെ ഇവിടൊക്കെ താമസിക്കുന്ന പറഞ്ഞാൽ പ്രത്യേക ഒരു സുഖമാണ് ഗൈസ്. നല്ല അടുത്ത ടെമ്പിളാണോ അത്?
ആ അമ്പലം ഉണ്ടോ ഗൈസ്? നമ്മൾ വേണ്ട KGF പോവാം. KGF KGF പോവാ ഗൈസ്. ഇനി ഇവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളവിടെ എത്തും. വെങ്കാർപേട്ടയിൽ ഇവിടെ നിന്നാണ് നമ്മൾ കയറി. വെങ്കാർപേട്ടയിൽ നിന്ന് ഇപ്പം ഞങ്ങൾ കയറി KGF കയറി. നമ്മൾ KGF വന്നിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു KGF അല്ലടാ, കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു. ഇനി ആ ലൊക്കേഷൻ ഒന്ന് ആദ്യം പഠിക്കണം, എവിടെ ആയിട്ടാണ് കറക്റ്റ് KGF വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകണം. എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ പറഞ്ഞു. എന്നാലും ഇന്ന് സാധിച്ചു. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് കാണാം. പണിയോ ഗായ്സ്, ഇവിടെ വന്നപ്പോൾ ഒരു അമ്പലം കണ്ട്. ഞാനത് ചുമ്മാ ഒന്ന് കയറാന്ന് വെച്ച്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടോ ഗായ്സ്. ഇവിടെ എന്തോ ഇതാണെന്നറിയോ, ഭയങ്കര മൊത്തം മാർബിളും കൊണ്ടുണ്ടാക്കിയത്. മാർബിളും ഗ്രാനൈറ്റ് ബ്രാഹ്മൺസിൻ്റെ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളൊരു അമ്പലം കണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ചുമ്മാ ഒന്ന് കയറാന്ന് വെച്ച് കയറിയതാണ്. കയറിയപ്പോൾ എൻ്റെ മോനെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് അതിനകത്ത് ഇരുമ്പോൾ. നല്ല ഒരു ഫാനും ഇല്ല, ഒരു AC ഇല്ല, പക്ഷേ ഭയങ്കര എന്തുവാ ഭയങ്കര തണുപ്പ്. നല്ലൊരു മറ്റേ ഇത് മൊത്തം ഗ്രാനൈറ്റായിട്ടൊക്കെ പണിഞ്ഞിരിക്കുന്നത് കണ്ടോ അമ്പലം. ഗ്രാനൈറ്റും മാർബിളും ഇട്ട് വേറെ ഒരു ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല, വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കണ്ടോ. മോനെ നിനക്ക് സന്തോഷമില്ലടാ അവിടെ ഇരുന്ന്? പവർ വെയിലാ സഹിക്കാൻ പറ്റും. അതെ, ഇവിടെ മറ്റേ നമ്മുടെ ഗല്ലികളുടെ കൂട്ട വീടുകളാണ് കണ്ടോ ഗൈസ്. നല്ല നല്ല അടിപൊളി ഏരിയ. നമ്മുടെ റോക്കി ബായുടെ സ്ഥലത്ത് പോവാ. റോക്കി ബായ് വേണ്ട ഗായ്സ്, വേണ്ട. നമ്മൾ KGF അടുത്തെത്തി കണ്ടോ. കോളാർ സ്വർണ്ണക്കനി അല്ലേടാ. ഞങ്ങൾ എത്ര നേരം എടുത്തറിയോ അവിടുന്ന് ഇഷ്ടം പോലെ നടന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടന്നല്ലേടാ. 3 കിലോമീറ്ററോളം നടന്ന് എന്നിട്ടാണ് ഇവിടെ എത്തിയത്. വേണ്ട ഇതാ മച്ചാന്മാരെ ദേണ്ട. ആ കാണുന്നതാണ് നമ്മുടെ മുതല് KGF കണ്ടോ ഗായ്സ്. പവർ വേണ്ട. ഇവിടെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ വന്നിരിക്കുക.
വാടാ. എന്തോ അങ്ങനെ നമ്മൾ കേറുകയാണ്. വാടാ. KGF. എന്താ ഗൈസ് സൂക്ഷിച്ചു കയറണ വാ. കണ്ടോ, എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. നിന്റെ ആളാ? അതെ, നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുള്ളൂ KGF. ഇപ്പം റിയലായിട്ട് നേരിട്ട് പോയി കണ്ട്. ഓ ഇറങ്ങാളാ. വാടാ, അതൊക്കെ സൂക്ഷിച്ച് കയറണേ. ഓ പൊളി. അതിൻ്റെ മണ്ടം കൂടെ കയറിയിട്ട് ഞങ്ങളിതിന് മണ്ടയ്ക്ക് കയറാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. ഇവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ കയറി. സ്വർണ്ണത്തരികൾ, പല പല സ്വർണ്ണത്തരികൾ എടുത്ത സ്ഥലങ്ങളാണ്. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ സന്തോഷം. എന്തോ ഇവിടെ എല്ലാം ഖനനം ചെയ്താന്ന് തോന്നുന്നു പണ്ട് കാലത്ത്. നോക്കിയടാ, എന്താ നിനക്ക് പറയാനുള്ളത് ഇവിടെ വരുമ്പോൾ? പിന്നെ പൊളി സ്ഥലം. ഞങ്ങൾ എന്ത് ടാസ്ക് എടുത്താന്നറിയും ഇവിടെ വന്നത്. മറ്റേ ഒരു സാറ് വന്ന് പറഞ്ഞല്ലടാ, ഇവിടുത്തെ ഒരു ഓഫീസർ വന്ന് പറഞ്ഞു ഇതിൻ്റെ മണ്ടക്കോട്ട് വരല്ല, ഞങ്ങൾ അപ്പുറത്തെ വഴി കൂടെ കയറി നൈസായിട്ട് ഇപ്പുറത്തോട്ട് അടിക്കില്ലേ. KGF ബ്രേക്കിംഗ് ചെയ്തു. മേലാൽ അന്ത ടെറിട്ടറി ഇന്ത ടെറിട്ടറി എന്ന് പറയില്ലേ, ദിസ് മൈ ടെറിട്ടറി. കണ്ടോ, മൈനിങ് ചെയ്തെടുത്ത സാധനം ഇത് കണ്ടോ, ഇതൊക്കെ മൈൻ ചെയ്തെടുത്തതാ ഗൈസ്. കണ്ട് ഇവനെ മൈൻ ചെയ്തെടുത്ത. വാ പറഞ്ഞു ടോപ്പ്. എൻ്റെ മോനെ സീൻ. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരണമെന്നുള്ള പ്ലാനിലേ വന്നേയില്ല അല്ലേടാ. ഞങ്ങൾ ചുമ്മാ ഇവിടെ വരുന്ന വഴിക്കൊരു ബോർഡ് കണ്ട്, ബോർഡിന്റെ പുറകെ വന്നു. അതെ, ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ചേച്ചിയെന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ കർണാടക ചുമ്മാ ഒന്ന് കറങ്ങി നടന്നൊന്ന് അടിച്ചു പൊളിക്കാന്ന് വെച്ച് വന്നേ. അപ്പോഴാണ് നമ്മുടെ KGFൻ്റെ കാര്യം. അപ്പോൾ എന്താ KGF ഇങ്ങനെയാണ് ഉണ്ടോ. വാടാ ഐസ്, മൈനിങ് ചെയ്ത സ്ഥലമുണ്ടോ. അയ്യോ, ഇനി ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണ് തിരിച്ച്. ഇത് കഷ്ടപ്പെട്ട അതിനെ മണ്ടക്ക് കയറിയെന്നറിയോ. ആ കാണുന്നതാണ് പണ്ട് മൈനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി അവശിഷ്ടമൊക്കെ. ഇവിടെ ബാക്കി മെഷീനറീസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം അവിടെ നിന്ന് പോയത്. മൈനിങ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമുണ്ട്. ആ മറ്റേ ആ ഇതില്ലേ, മറ്റേ ആ ബിൽഡിംഗ് ഇവിടെ എല്ലാം മൈൻ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം. പക്ഷേ ഇവിടെ എല്ലാം പോയിട്ട് ഇപ്പോൾ പോച്ചകളൊക്കെ കളിച്ച് രണ്ടുപേരും കാണാൻ പറ്റുന്ന തരത്തിലുണ്ട് ആടിനെ വെച്ചെടുക്കുന്നത്. ഇത് ഒരു ഒത്തിരി ഏക്കർ കണക്കുന്ന സ്ഥലം. നമ്മൾ അതിൻ്റെ ഞാൻ ഇതിൻ്റെ പുറയിലോട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. ഒരു സമയത്ത് കോടിക്കണക്കിൻ്റെ ഇവിടെ പൈസ ഉണ്ടാക്കി. കോടികളോ എന്താ മൈനിങ് ചെയ്ത സാധനങ്ങളാണ്ടേ. തിരിച്ചു പോവാണ് ഗായ്സ്. അപ്പോൾ
അപ്പം ഇനിയും ചിലപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോകലടാ, ചിലപ്പോൾ സാധ്യത കാണും, ചിലപ്പം ബാംഗ്ലൂർക്ക് പോയി. അപ്പം നിങ്ങളെ ഇത് ക്യാപ്ചർ ചെയ്ത് കാണിക്കണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു, അത് സാധിച്ച്. അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി തിരിച്ചു പോവുക, തിരിച്ച് വെങ്കാർപേട്ടിലോട്ട് പോവുക. ഇവിടുത്തുകാർ ഭയങ്കര സീനാണ് അല്ലടാ. ഞങ്ങൾ വേണ്ട ഇതിൻ്റെ വാതിക്ക് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇതിനകത്ത് മണ്ടക്കോട്ട് കയറല്, മറ്റേതാ മറിച്ചതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാൽ കയറത്തില്ല, മറ്റേ സെക്യൂരിറ്റിയെ കണ്ട്. പിന്നെ ഞങ്ങൾ അവരുടെയൊക്കെ കണ്ണു പൊട്ടിച്ച് മണ്ടക്കാൻ കയറി നൈസായിട്ട്, ഏറ്റവും ടോപ്പിൽ കയറി. വേണ്ട അങ്ങോട്ട് നമ്മൾ കയറുന്നതിന് മുന്നുള്ള നമ്മുടെ എന്തുവാ ഇവിടെ കണ്ട് ഓപ്പണിങ് ഇവിടെ ഫസ്റ്റ് വരുന്നത്. നമ്മൾ ഇതിലേക്കൂടെ നമ്മൾ പോകുന്നത് ഉണ്ടോ, അവനെ വിളിച്ചില്ല. ഗായ്സ് പൊളിയായിരുന്നു ഗായ്സ്. ഞങ്ങളങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണമായിരുന്നു ഭയങ്കര. ഇന്ന് ഞങ്ങൾ ഭയങ്കര കിടന്ന് ഉറങ്ങുമായിരുന്നു. അതെ, പിന്നെ ഞങ്ങൾ ഋഷികളിനെ കണ്ട് പൊളിയായിരുന്നു ഈ ഗായ്സ്. എന്താ പറയാ, നമ്മള് അവിടുന്ന് കല്ല് വരെ എടുത്ത്. അതെ, കല്ലിന്റെ വരെ. അപ്പൊ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണോടെ ഞെക്കിക്കോ. ഇത് മതി.